എന്താ കുട്ടിയെ? നോക്ക്, നമ്മള് തിരുവാഭരണം പണയം വെച്ച തമ്പുരാൻ. വിഷ്ണു, പറയടാ, ഈ പൂപ്പള്ളി കോവിലകം മുഴുവൻ അരിച്ചു പറക്കി എവിടാ തിരുവാഭരണം? വിഷ്ണു, ഞാൻ എനിക്കറിയാം, നിനക്കറിയില്ല, ആർക്കും അറിയില്ല. നാവനക്കാനാവാത്ത തമ്പുരാന് മാത്രമേ അറിയാവൂ. അയാളുടെ നാവനെങ്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറയടാ. 3 ലക്ഷത്തിന് പകരം 3 കോടി കൊടുത്താൽ പോലും അയാൾക്ക് അത് എവിടെയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം തുറന്നു പറഞ്ഞ് ജയിലിലേക്ക് പോകണോ? അതോ നടക്കാൻ പോകുന്ന ദുരന്തങ്ങൾ മുഴുവൻ കണ്ടില്ല എന്ന് നടിക്കണോ? പറയടാ. കൊടുത്തു തീർക്കാൻ കടങ്ങൾ ഏറെയുണ്ട് എനിക്ക്. വേറെ പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല. നിനക്ക് തന്ന പണം മുതലും പലിശടക്കം തിരിച്ചെന്നാലും ശരി, എന്റെ കടങ്ങൾ വീട്ടാൻ തയ്യില്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് നിന്റെ പുറകിൽ ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി. നിർത്താൻ പറ്റുന്നില്ല, ശീലമായിപ്പോയി. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം, ചെയ്യാം. പക്ഷെ നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വിഷ്ണു. തിരുവാഭരണം ആരും അറിയാതെ ഏൽപ്പിക്കാൻ ഒരു സ്ഥലം, അത്രേ ഞാൻ ഓർത്തുള്ളൂ. അതിങ്ങനെയൊക്കെ ആവുന്ന ആര് കരുതി? ഇനി എങ്ങനെയും തമ്പുരാൻ മിണ്ടണം. എങ്ങനെ? കവളപ്പാറയ്ക്കടുത്ത് പ്രസിദ്ധനായ ഒരു ലാടവൈദ്യനുണ്ട്. വൈദ്യുതി തൊട്ടാ തീരാത്ത രോഗങ്ങളില്ല. അതിനെ തമ്പുരാക്കന്മാരെ സമ്മതിക്കണ്ടേ? സമ്മതിക്കണം, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. എന്ത് കള്ളം പറഞ്ഞാണെങ്കിലും. നിക്ക് എങ്ങോട്ടാ ഇടിച്ചേറി പോണത്? ആരായി വിളിച്ചപ്പാട്? വെളിച്ചപ്പാടൊന്നുമല്ല, ഇല്ലിക്കുളം കാട്ടുമനക്കൽ അഷ്ടാംഗ ഹൃദയം ബ്രഹ്മദത്തൻ മൂസത്. ആ മൂത്തതായാലും മൂക്കാത്തതായാലും അഷ്ടാംഗ ഹൃദയത്തിന് ഈ കോലത്ത് എന്താ കാര്യം? എങ്ങനെയെങ്കിലും കല്യാണിയെ മയക്കെടുത്തോളം തമ്പുരാൻ തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന തമ്പുരാൻ കാണുന്നില്ലേ? ഒരു വശീകരണ ചികിത്സ നടത്തി കല്യാണിയുടെ മനസ്സ് മാറ്റിയെടുത്താൽ 24 മണിക്കൂറിനകം കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് വൈദ്യര് പറയുന്നു. വൈദ്യര് പറഞ്ഞതാ, കേട്ടിട്ടില്ലേ? പേര് കേട്ട അഷ്ടവൈദ്യനും മന്ത്രവാദിയുമല്ലേ? ക്ഷമിക്കണം, ആളറിയാതെ പറഞ്ഞു പോയതാണ്, ശപിക്കരുത്. അപ്പൊ എങ്ങനെയാണ് വൈദ്യരുടെ ചികിത്സാരീതികൾ? ഓം വീരാട് ബ്രഹ്മണേ നമഃ. ഒഴിച്ചിലിൽ തുടങ്ങണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുറ പോലെ ചെയ്യാൻ പറ്റിയ ഒരു സഹായി ആവശ്യമുണ്ട്. അതിന് പറ്റിയ ആളല്ലേ നിൽക്കുന്നത്. ഈ ചികിത്സ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, പക്ഷെ കണ്ട സഹിക്കില്ല. അതെന്താ? കണങ്കാലിൽ നിന്ന് തുടങ്ങി മുട്ടുകാൽ ഒഴിഞ്ഞ് തുട പിടിച്ച് മസിലുടച്ച് അര പിടിച്ച് അരക്കെട്ടൊഴിഞ്ഞ് കൈരൊറ്റ പോക്കാ നെഞ്ചിലേക്ക്. പിന്നെ എന്താ കാണാൻ തോന്നുന്നില്ലേ? വേണമെന്നില്ല, പൊക്കോളൂ. ഓം വീരാട് ബ്രഹ്മണേ നമഃ. നീ എങ്ങോട്ട് പോണു? ഉഴിച്ചില് കാണാൻ. അതിന് വൈദ്യരില്ലേ? വൈദ്യനെ സഹായിക്കാൻ. അതിന് വിഷ്ണുല്ലേ? വിഷ്ണുവിനെ സഹായിക്കാൻ. അതിന് വൈദ്യരില്ലേ? ഞാൻ നേരെ പൊക്കോളാം. തലച്ചോറിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. സാരമില്ല, ഭേദമാക്കാം. ആദ്യം തന്നെ നെറുകയിൽ തളമിട്ട് ആരംഭിക്കാം. അതിൽ തന്നെ ഒരു മാറ്റം കണ്ടേക്കും. പിന്നെ കുറച്ച് മരുന്നും കൂട്ടം പറയാം, പോയി വാങ്ങിട്ട് വരാം. തമ്പുരാനുള്ള കുറച്ച് മരുന്നുകളാ. നിന്നോട് പുറത്തിറങ്ങി നടക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? എപ്പോഴും ആ വൈദ്യരുടെ കൂടെ തന്നെ ഉണ്ടാവണം. ചെറിയ തമ്പുരാനും വൈദ്യരും ഇനിയൊരിക്കൽ കാണാനിടയാൽ എല്ലാം പൊളിയും. ആ വലിയ തമ്പുരാൻ എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ല വിഷ്ണു, അത് നടക്കില്ല. വൈദ്യരി പോയതല്ല, ഞാൻ പറഞ്ഞു വിട്ടതാ. ഇവിടുത്തെ തമ്പുരാക്കന്മാര് പമ്പര വിഡ്ഢികളാണെന്ന് കരുതി വന്നി. അവന്റെ ഒരു വശീകരണ മന്ത്രം. വലിയ തമ്പുരാന്റെ അസുഖം ഭേദമാക്കിയാൽ അത് കണ്ട് മനസ്സലിഞ്ഞ് ഇവള് നിന്നോടൊപ്പം ഇറങ്ങി വരുമെന്ന് കരുതിയോ? അയ്യോ, പള്ളികെട്ട് നടക്കുന്നതിനും അമ്മായിയപ്പനോട് എന്തൊരു സ്നേഹം. അതൊന്നും അല്ല ഇളയച്ച, പള്ളിക്കെട്ടല്ല ഇയാളുടെ ഉദ്ദേശം. കോവിലകത്തുള്ള പൊന്നിനും പണത്തിനോ നോട്ടം. എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് വൈദ്യനാണോ മന്ത്രവാദിയാണോ എന്ന് ആർക്കറിയാം? വല്ല കള്ളന്മാരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് കൊള്ള നടത്തി പോകാനാവും പദ്ധതി. അതേടി, നിന്റെ കോവിലകം മൊത്തം കൊള്ളയടിക്കാൻ എന്റെ പദ്ധതി. അതിന് നിനക്കോ ഈ നിൽക്കുന്ന നിന്റെ ചെറിയച്ചന്മാർക്കോ എന്നൊരു പുല്ലും ചെയ്യാൻ ഒട്ടുപോലെ തന്നെ.
ഇവിടെ വന്നത് നിന്നെ കണ്ടതൊക്കെ ഒരു വിധിയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതിന് കാരണമുണ്ട്. ഇന്നേ വരെ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. അനുകമ്പയോടൊരു നോട്ടം പോലും ആരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുമില്ല. ദുരിതങ്ങൾ മാത്രമായിരുന്നു അന്നും ഇന്നും എന്നും. എനിക്കിവിടെ കോവിലകത്ത് നിൽക്കണം, നിന്നേ പറ്റൂ. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും കൊന്നുകളയും ഞാൻ. തമ്പുരാനെ, ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഏത് നിമിഷം ഈ കോവിലകത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും. അതിനു മുമ്പ് ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് മിണ്ടിയാൽ മതി. ആ തിരുവാഭരണം എവിടെയാണ് ഇരിക്കണമെന്ന് മാത്രം ഒന്ന് പറയേണ്ട തമ്പുരാനെ. തമ്പുരാനെ, ഇനി അത് കിട്ടാതെ മറ്റേ വന്ന എന്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരു തെറ്റും ചെയ്യാത്ത കുറെ പേരുടെ ജീവിതം ഞാൻ കാരണം ഇല്ലാണ്ടാവും. പറയൂ തമ്പുരാനെ. തമ്പുരാനെ, എനിക്കറിയാം അങ്ങെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുമുണ്ട്. പറയൂ തമ്പുരാനെ, അതെവിടെയാ വെച്ചിരിക്കുന്നത്? ആരുടെ കയ്യിലാ കൊടുത്തിരിക്കുന്നത്? പറയേ, എന്തെങ്കിലും ഒന്ന് പറയേ. എന്റെ ഭഗവതി, എല്ലാം അന്ന് അവിടെ വന്ന് ഏറ്റു പറഞ്ഞിട്ടല്ലേ ഗതികേട് കൊണ്ട് ഞാനിതൊക്കെ ചെയ്തത്. അതിന് ഇത്ര വലിയ ശിക്ഷ വേണമായിരുന്നു? തമ്പുരാനെ, തമ്പുരാനെ, ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ കൂടണ്ടെന്ന് കരുതിയ ജീവനെങ്കിലും കിടന്നോട്ടെ എന്ന് കരുതിയത്. സമ്മതിച്ചില്ലെങ്കിൽ അതുകൂടി അങ്ങ് എടുത്തേക്കാം. തൃപ്തിയായില്ലേ ഏട്ടന്? കൊച്ചു തമ്പുരാട്ടി കണ്ടെത്തിയ വേളിച്ചക്കന്റെ മഹത്വം കണ്ടില്ലേ? ചോദിക്കേ, പൊന്നു തമ്പുരാനെ കൊന്നിട്ട് വേണോ പള്ളിക്കെട്ട് നടത്താനെന്ന്? കളിച്ച് കളിച്ച് ഇത്രടം വരെ ആയോ? വലിയ തമ്പുരാനെ കൊന്ന് ഇവിടെ വേളി കഴിച്ച് ഇവിടുത്തെ പുതിയ തമ്പുരാനാകാമെന്ന് കരുതിയോ നീ? ഇല്ല, ഇതാരും വിശ്വസിക്കരുത്. ഞാനല്ല, ഞാൻ തമ്പുരാനെ രക്ഷിക്കാനാ നോക്കിയത്. ഇയാളെ തമ്പുരാനെ കൊല്ലാൻ നോക്കിയത്. കള്ളം പറയുന്നോടാ. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? പൊന്നു തമ്പുരാനല്ല, ഞങ്ങളുടെ ദൈവ. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി മോളെ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിച്ചിരിക്കുക അവിടെ എല്ലാരും. കുട്ടിയെങ്കിലും എന്നൊന്ന് വിശ്വസിക്കണം. പൊന്നുമടത്ത വിഷ്ണുനാരായണൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല. ഇത്രയും വിഷം ഉള്ളിലുണ്ടായിരുന്നെന്ന് കരുതിയില്ല. ഒന്ന് നാവനിക്ക് മിണ്ടാൻ പോലും വയ്യാത്ത ഈ പാവത്തിനോട് ഇത് കാണിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? എന്തിനായിരുന്നു ഇതൊക്കെ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഞാനല്ല. അല്ലെങ്കിൽ ഈ മുറി തനിക്കെന്താ കാര്യം? എന്തിനാ ഇതിനകത്ത് കടന്നു വന്നത്? കള്ള വേഷം കെട്ടി ചുരത്തിനെ കൊണ്ടുവന്ന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയില്ലേ താൻ? നടക്കില്ലെന്ന് കണ്ടപ്പോ നേരിട്ടാകാന്ന് കരുതിയല്ലേ? വൈദ്യനെ വിളിച്ചോണ്ട് വന്നത് തമ്പുരാനെ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയായിരുന്നു. താൻ ആരാ എന്റെ അച്ഛനെ ചികിത്സിക്കാൻ? കൊല്ലാൻ തന്നെ വന്നതാ. എന്ത് ചെയ്യാൻ പഠിക്കാത്തവനാ താൻ? മതിയായില്ലേ ഇളയച്ഛ? ഇനിയെങ്കിലും പിടിച്ച് പുറത്താക്കി കൂടെ. നാട്ടുകാർ വന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം സമാധാനം. ഇല്ല, വിളിക്കുന്ന നാട്ടുകാരെ. വലിയ തമ്പുരാനെ കൊല്ലാൻ നോക്കിയതിനെ തന്നെ കൊണ്ട് സമാധാനം പറയിച്ചിട്ട് പൊന്നുമടത്ത വിഷ്ണുനാരായണൻ ഇവിടുന്ന് പോകൂ. എന്താണ് നീ കാണിക്കുന്നത്? അവരോടുള്ള അരിശി മിണ്ടാപ്രാണിയോടാ തീർക്കുന്നത്. എന്ത് ദ്രോഹമാണ് പാവം നിന്നോട് ചെയ്തത്? ഇവള് കാരണം ഈ കോലത്ത് കയറാൻ പറ്റിയതും വലിയ തമ്പുരാനെ കാണാൻ കഴിഞ്ഞതും. അത് നീ മറക്കണ്ട. എന്നിട്ട് എന്താ നേടിയത്? എന്റെ കണ്ണി പെട്ടില്ലായിരുന്നു അയാൾ ആ തമ്പുരാനെ കൊന്നനെ, അറിയോ നിനക്ക്? എന്നിട്ട് അതെല്ലാരും കൂടി എന്റെ തലയിലേക്ക് കിട്ടും. ആ മുത്തശ്ശി പോലും അത് വിശ്വസിച്ചില്ലേ?
ആ തമ്പുരാൻ എന്തെങ്കിലും സംഭവിച്ച സംഭവിക്കും, അത് ഉറപ്പാ. അടുത്ത അവകാശിയായി നാളെ ഇളയ തമ്പുരാൻ വാഴിക്കപ്പെടുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ തമ്പുരാനെ വെച്ചേക്കില്ല. അതിനു മുമ്പേ എന്നാ പെണ്ണോടെല്ലാം തുറന്നു പറ. എന്താ എന്താ തനിക്കിനി വേണ്ടത്? കടന്നു പോകാനാ പറഞ്ഞ് എല്ലാരും വിളിച്ചു കൂട്ടും ഞാൻ. വിളിക്കേ നിക്ക്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. കേൾക്കാതെ തന്നെ ഞാൻ വിടില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. തന്റെ നാവിന്ന് വരുന്ന വാക്കുകൾക്ക് പോലും വിഷമുണ്ടാവും. ഇതെന്തിനാണെന്നറിയാമോ? എല്ലാ തെറ്റിനും നിന്നോട് മാപ്പ് പറഞ്ഞിട്ടും സ്നേഹം നടിച്ചെന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് വശത്താക്കി ചതിച്ച് തല്ലി ഓടിച്ചതിന്. ഇതിനു വേണ്ടി കൈധരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അതിന് പകരം വീട്ടാനാണ് പന്തേ കരുവായി നിന്നെ ചോദിച്ചെന്ന് നീ കരുതി കാണും. അല്ല, നിനക്ക് തെറ്റിപ്പോയി. നീ പറഞ്ഞില്ലേ കൊട്ടാരത്തിലെ പൊന്നും പണവും മോഹിച്ചാണ് ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നതെന്ന്. ശരിയാണ്, അത് മാത്രമേ ഞാൻ മോഹിച്ചിട്ടുള്ളൂ. എന്തിനാണെന്നറിയാമോ? ഒരു കുടുംബം മുഴുവൻ കൂട്ടത്തോടെ മരിക്കുന്നത് കാണാതിരിക്കാൻ, എന്റെ അച്ഛൻ ഉത്തരത്തെ കെട്ടിത്തൂങ്ങുന്നത് കാണാതിരിക്കാൻ, പൊന്നുംപടത്തിലെ വിഷ്ണുനാരായണൻ ഒരു മോഷ്ടാവാണെന്ന് നാട്ടുകാരെ മുദ്ര കുത്താതിരിക്കാൻ. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി നാട് മുഴുവൻ കടം മാത്രം ബാക്കിയായി. ഒടുവിൽ കിടപ്പാടം പോലും നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്കൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തി തൽക്കാലം ഞാൻ പിടിച്ചു നിന്നു. അന്നെന്നെ പണം തന്ന് സഹായിക്കാൻ നല്ലവനായൊരു തമ്പുരാനുണ്ടായിരുന്നു. അതാരാണെന്നറിയോ നിനക്ക്? തിരുവാഭരണം തിരിച്ചെടുക്കാൻ പണമുണ്ടാക്കാനുള്ള ആർത്തിയുമായി കള്ളവേഷം കെട്ടി കൊട്ടാരത്തിനകത്ത് വന്നപ്പോ യാദൃച്ഛികമായിട്ട് ഇവിടെ വെച്ച് കണ്ട ജീവച്ഛവമായി കിടക്കുന്ന ഈ തമ്പുരാൻ തന്നെ. ആ തിരുവാഭരണം എവിടെയാണെന്ന് ഇപ്പൊ ഈ തമ്പുരാന് മാത്രമേ അറിയാവൂ. തമ്പുരാൻ ഒരു വാക്ക് മിണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട് മുഴുവൻ പെടുന്നത്. വൈദ്യരെ കൊണ്ടു ചികിത്സിപ്പിക്കാൻ നോക്കിയതൊക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ വിഷം കൊടുത്ത് ഈ പാവത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല. കൊച്ചു തമ്പുരാട്ടിയെ വേളി കഴിച്ച് തമ്പുരാനായി കോവിലകത്തെ പൊന്നും പണവും കട്ടു തിന്നാൻ വേണ്ടിയിട്ടുമല്ല. അതിനൊക്കെ മോഹിക്കുന്നവര് ഈ കോവിലകത്ത് തന്നെയുണ്ട്. തമ്പുരാനെ കൊല്ലാൻ നോക്കുന്ന അവരൊക്കെ തന്നെയാ. ഒന്നും നാവനയ്ക്ക് മിണ്ടാനാവുമെങ്കിൽ എല്ലാം വിളിച്ചു പറയണമെന്നുണ്ട് ഈ പാവത്തിന്. ഇനിയും ഈ വാക്കുകളിൽ വിഷമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചു തമ്പുരാട്ടിയെ ഏതെങ്കിലും ഒരു ഗതികെട്ടവന്റെ തലയെ കെട്ടി വെച്ച് ഒഴിവാക്കാൻ തലപുകഞ്ഞ് ആലോചിക്കുന്നവരുടെ ചൊൽപ്പടിക്ക് നിൽക്ക്. കേട്ടില്ലേ? നാളെ നടക്കാൻ പോകുന്ന പുതിയ പൊന്നുതമ്പുരാന്റെ പട്ടാഭിഷേകത്തിന്റെ കൊമ്പുവിളി അല്ലത്. ചലനമറ്റ് കിടക്കുന്ന നിന്റെ അച്ഛന്റെ കഥ കഴിക്കാനുള്ള കൊലവിളിയാ.